السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير. ذلك من آيات الله لعلهم يذكرون. صدق الله العظيم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഈ ഭൗതിക ലോകം അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതിന് വിഘാതം നിൽക്കുന്ന ഒരു ദുശക്തിയാണ് പിശാച്, ശൈത്താൻ. അവന്റെ ധാരാളം കുതന്ത്രങ്ങളിലൂടെ മനുഷ്യനെ സൽപന്താവിൽ നിന്ന് വ്യതിചലിപ്പിച്ചു അവനെ ദുഷ്കർമ്മങ്ങളുടെ അടിറ്റാക്കി തീർത്തു. പിശാച് മനുഷ്യനെ ആദ്യമായി കീഴ്പ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന അവന്റെ ബൃഹത്തായ ഒരു സംവിധാനമാണ് നഗ്നത എന്നത്. മനുഷ്യനിൽ നിന്ന് ശരിയായ വസ്ത്രധാരണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിരിക്കുന്ന അനുഗ്രഹമായി വസ്ത്രത്തെ വിവരിച്ചിട്ടുണ്ട്. ഈ മനുഷ്യനെ നിർമ്മിച്ച അല്ലാഹു തന്നെ അവന്റെ ശരീരം മറയ്ക്കുന്നതിന് അനിവാര്യമായ സംവിധാനങ്ങളെയും ഒരുക്കുകയുണ്ടായി. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിനെ വിളിച്ചുകൊണ്ട് അറിയിക്കുകയാണ്, യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ, മനുഷ്യ സമൂഹമേ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ. ذلك من آيات الله لعلهم يذكرون. قد أنزلنا عليكم لباسا. തീർച്ചയായും നിങ്ങൾക്ക് നാം വസ്ത്രത്തിനെ ഇറക്കി തന്നു. ആ വസ്ത്രത്തിന്റെ രണ്ട് പ്രയോജനങ്ങളെയും അല്ലാഹു വിവരിക്കുകയാണ്. യുവാരി സൗആതികും, നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങളെ അത് മറയ്ക്കും. വസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മനുഷ്യൻ കാണാൻ അറക്കുന്ന, അവൻ വെറുക്കുന്ന ഗോപ്യസ്ഥാനങ്ങളെ മറയ്ക്കും എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യേതര ജന്തുക്കൾ, പക്ഷി പർവ്വാദികൾ, അവരുടെയും ഗോപ്യസ്ഥാനങ്ങളെ മറയ്ക്കുന്നതിന് അനിവാര്യമായ ഒരു സംവിധാനം ശരീരഘടനയിൽ തന്നെ അല്ലാഹു ഒരുക്കി. മൃഗങ്ങൾക്കാണെങ്കിൽ വാല് നൽകി ആ വാലിലൂടെ മറക്കപ്പെടേണ്ടുന്ന സ്ഥലങ്ങൾ മറക്കപ്പെടുന്നു.
പക്ഷികൾക്കാണ് എങ്കിൽ ചിറകും തൂവാലയും നൽകി അതിലൂടെ മറക്കപ്പെടേണ്ടുന്ന സ്ഥലങ്ങൾ മറക്കപ്പെടുകയാണ്. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശരീരം മറക്കാൻ വേണ്ടി പ്രത്യേകമായി നൽകിയ അനുഗ്രഹമാണ് വസ്ത്രം എന്നത്. മനുഷ്യ ശരീരത്തിന്റെ ഘടന സ്ത്രീയുടെയും പുരുഷന്റെയും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ സ്ത്രീക്കും പുരുഷനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗോപ്യസ്ഥാനങ്ങളെ മറയ്ക്കാൻ വേണ്ടി വ്യത്യസ്തമായ വസ്ത്രശൈലിയാണ് നൽകിയിരിക്കുന്നത്. വസ്ത്രധാരണത്തിന്റെ വസ്ത്രമിറക്കലിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് വരീസ, അലങ്കാരം എന്നത്. നമുക്കറിയാം, നമ്മുടെ ഗോപ്യസ്ഥാനങ്ങളെ മറയ്ക്കാൻ വേണ്ടി ഇത്രയും വലിയ ജുബ്ബയും ഖമീസും അല്ലെങ്കിൽ ഷർട്ടും പാന്റും വെക്കേണ്ടെന്ന് ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പുതപ്പെടുത്ത് പുതച്ചു കഴിഞ്ഞാൽ മറക്കേണ്ടുന്ന സ്ഥലങ്ങൾ മറക്കപ്പെടും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസ്ത്രധാരണത്തിലൂടെ രണ്ടാമതൊരു മേന്മ നൽകി, ശരീരത്തിന് അലങ്കാരവും സൗന്ദര്യവും പ്രദാനം ചെയ്യും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വരികയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതുവസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ടുന്ന ഒരു ദുആന്റെ വചനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹി അല്ലദീ കസാനി മാ ഉവാലി ബിഹി ഔറതി വ അതജമ്മലു ബിഹി ഫീ ഹയാതി. അല്ലാഹുവിനാണ് സർവസ്തുതിയും. അവൻ എന്റെ ഗോപ്യസ്ഥാനങ്ങളെ മറയ്ക്കാൻ അനിവാര്യമായ വസ്ത്രം എനിക്ക് നൽകി. ആ വസ്ത്രധാരണം കൊണ്ട് ഞാൻ എന്റെ ശരീരത്തിന് സൗന്ദര്യവും അലങ്കാരവും പ്രദാനം ചെയ്യും. വസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് ഗോപ്യസ്ഥാനങ്ങളെ മറയ്ക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിച്ചു. അതിലൂടെ മനുഷ്യ ശരീരത്തിന് പ്രത്യേകമായ സൗന്ദര്യവും പ്രദാനം ചെയ്തു. നമുക്കറിയാം, വസ്ത്രം ധരിക്കുമ്പോൾ അവന്റെ ശരീരത്തിന് പ്രത്യേകമായ ഒരു അലങ്കാരവും സൗന്ദര്യവും കിട്ടുന്നുണ്ട്. ഇതെല്ലാം എല്ലാ മനുഷ്യരും കണ്ടുവരുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മൂന്നാമതൊരു വസ്ത്രത്തെ കുറിച്ച് ഖുർആനിൽ ശേഷം അല്ലാഹു പറയുന്നുണ്ട്, വലിബാസുത് തഖ്വാ, തഖ്വയുടെ വസ്ത്രം. ദാലിക ഖൈർ, അതാണ് ശ്രേഷ്ഠമായത്. ذلك من آيات الله لعلهم يذكرون. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഉത്ബോധനം ശ്രദ്ധിക്കുന്ന ജനങ്ങൾക്ക് ഇതൊരു ദൃഷ്ടാന്തമാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ വസ്ത്രധാരണത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുക എന്നത് പിശാച് മനുഷ്യനിൽ ചെലുത്തുന്ന ആദ്യത്തെ കുതന്ത്രമാണ്. ആദം ഹവ്വ ദമ്പതിമാരെ അല്ലാഹു നിരോധിച്ച പഴം പറിച്ചു കഴിച്ചതിന്റെ പേരിൽ പിശാച് ലക്ഷ്യം വെച്ചതും അവരിൽ നിന്ന് വസ്ത്രം അഴിഞ്ഞു പോകുക എന്നത് തന്നെയാണ്. അവരുടെ നഗ്നത വെളിവാക്കുക എന്നത് തന്നെയാണ്. ശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യം വളരെ കൃത്യമായി വിവരിക്കുകയാണ്. യാ ബനീ ആദമ لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون. يا بني آدم, അല്ലയോ ആദം സന്തതികളെ, മനുഷ്യ സമൂഹത്തിനെ വിളിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ഉത്ബോധനം. لا يفتننكم الشيطان, പിശാച് നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്നതി, നിങ്ങളുടെ മാതാപിതാക്കളായ ആദം ഹവ്വ ദമ്പതിമാരെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ പോലെ. എങ്ങനെയാ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്? كما أخرج أبويكم من الجنة ينزع عنهما لباسهما, അവർ രണ്ടുപേരുടെയും വസ്ത്രം അഴിഞ്ഞുപോയി. അല്ലാഹു നിരോധിച്ച പഴം പറിച്ചു കഴിക്കാൻ വേണ്ടി പ്രോത്സാഹനവും പ്രേരണയും നൽകി.
അങ്ങനെ ശൈത്താനിന്റെ കുതന്ത്രത്തിൽ അടിപ്പികളായ ആദം ഹവ്വ ദമ്പതിമാർ അല്ലാഹു നിരോധിച്ച പഴം പറിച്ചു കഴിച്ചു. അതിലൂടെ ആദ്യം അഴിഞ്ഞുപോയത് അവരുടെ വസ്ത്രമായിരുന്നു. അവർ ധരിച്ചിരുന്ന വസ്ത്രം അഴിഞ്ഞുപോയി. അവർ രണ്ടുപേരുടെയും ഗോപ്യസ്ഥാനങ്ങളെ പരസ്പരം അവര് കാണാൻ വേണ്ടി കാണാൻ പാടില്ലാത്ത അവയവങ്ങൾ കാണുന്ന അവസ്ഥയുണ്ടായി. എന്നിട്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യ സമൂഹത്തിനോട് വിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനമാണ്, തീർച്ചയായും പിശാച് നിങ്ങളെ കാണുന്നുണ്ട്, അവന്റെ സൈന്യവും നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾ അവരെ കാണുന്നില്ല. ഇന്നാ ജഅൽന ശയാതീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ. തീർച്ചയായും നാം പിശാചുക്കളെ മിത്രങ്ങളാക്കുകയാണ്. ലില്ലദീന ലാ യുഅ്മിനൂൻ, വിശ്വാസമില്ലാത്ത ജനങ്ങൾക്ക്. ഏതെങ്കിലും സംവിധാനങ്ങളുടെ തലപ്പത്ത് വിശ്വാസമില്ലാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആ സംവിധാനങ്ങളെ എങ്ങനെ പൈശാചികവൽക്കരിക്കാമെന്നവർ ആലോചിക്കും. അതിന്റെ പേരിലാണ് ലോകത്ത് പുരോഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക യുഗം, നാഗരികത എന്നൊക്കെ അവകാശപ്പെടുന്ന യുഗത്തിൽ നഗ്നത, ആണും പെണ്ണും ഇടകലർന്ന് ജീവിക്കൽ, ഇതൊക്കെയാണ് പുരോഗതിയുടെ അടിസ്ഥാനമായി പരിചയപ്പെടുത്തുന്നത്. ഏതെങ്കിലും സംവിധാനങ്ങള് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവരുടെ കരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിശാചിന്റെ ഈ സംവിധാനങ്ങളെ അവരുടെ കീഴിലുള്ള മുഴുവൻ കാര്യങ്ങളിലേക്കും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആണും പെണ്ണും ഒരുമിച്ച് ഡാൻസ് ആടുക. ഈ വർഷം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നപ്പോൾ കലാലയങ്ങളിൽ നടപ്പാക്കാൻ വേണ്ടി ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ച ഒരു സംവിധാനമാണ് സൂംബ ഡാൻസ്. എന്താ സൂംബ ഡാൻസ്? ആണും പെണ്ണും ഒരുമിച്ച് ചേർന്നിട്ട് ഡാൻസ്. ഇതെവിടെ നിന്നാ ഉണ്ടായത്? ഇത് പറയുന്ന കായിക ശേഷി ഉണ്ടാകുന്നതിലൂടെ വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ ബോധമുണ്ടാകുമെന്നാണ്. ലഹരിയോടുള്ള താല്പര്യം മാറാൻ വേണ്ടി മറ്റൊരു ലഹരിയിലേക്ക് അവരെ ശ്രദ്ധിപ്പിക്കുക എന്നതാണ്. എത്ര വലിയ ബോധ്യമാണ് ഈ പറയുന്നത്. ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്ന സംഗതി എവിടെ നിന്നാണ് ഉണ്ടായത്? ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയിൽ നിന്നുണ്ടായതാണ്. ആ രാജ്യത്ത് മാത്രം ഒതുങ്ങി കഴിഞ്ഞിരുന്ന ഈ ഡാൻസിനെ 1990-കളിലാണെന്ന് തോന്നുന്നു കൊളംബിയൻ ഡാൻസറും ഡാൻസ് സംവിധായകനുമായ ആൽബർട്ടോ ബെട്ടോ പെരസ് എന്ന് പറയുന്നയാൾ ഇതിനെ വികസിപ്പിച്ചെടുത്തു. പിന്നീട് പല രാത്രിയുള്ള നൃത്തശാലകളിലും നൈറ്റ് ക്ലബുകളിലും മറ്റുമൊക്കെ ഇത് വളരെ കൂടുതൽ വ്യാപിക്കാൻ വേണ്ടി തുടങ്ങി. ഈ ഡാൻസിന്റെ പ്രത്യേകതയാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ചലിപ്പിച്ചുകൊണ്ടാണ് നൃത്തം ചവിട്ടേണ്ടത്. ശക്തമായ സംഗീതം ഉണ്ടാകണം. ആ സംഗീതത്തിനെ കൊഴുപ്പിക്കാൻ അനിവാര്യമായ നല്ല മ്യൂസിക്കും വേണം. ഇതിലൂടെ ലഹരി വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠനങ്ങൾ പറയുന്നത്, ആധുനിക പഠനങ്ങൾ തന്നെ വാഷിംഗ്ടണിലെ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനം വരെയും പറയുന്നത്, ഇതുപോലെയുള്ള നൃത്തങ്ങളിലൂടെ ലഹരി വ്യാപനമാണ് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്തവർക്കറിയാം, നൈറ്റ് ക്ലബുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡാൻസുകളുടെ അരങ്ങ് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ മദ്യമുണ്ടാകും, ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാകും, MDM ഉപയോഗിക്കുന്നവരുണ്ടാകും. യഥാർത്ഥത്തിൽ ലഹരി വിരുദ്ധതയ്ക്ക് വേണ്ടി ലഹരിയിൽ നിന്ന് ന്യൂ ജനറേഷന്റെ മസ്തിഷ്കം തിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന സംവിധാനങ്ങൾ ലഹരിയോട് താല്പര്യം ജനിപ്പിക്കുക. ലഹരിക്കെതിരായിട്ട് കായിക വിനോദങ്ങൾക്ക് വേണ്ടി വ്യാപൃതമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കായിക വിനോദങ്ങളെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും അതിലൂടെ ലഹരി വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ലഹരി വ്യാപിക്കുന്നത് എവിടെ നിന്നാണ്? ടർഫുകളിൽ കളിച്ച് അതിനുശേഷമുള്ള വിശ്രമ വേളകളിലാണ് ലഹരി പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ലഹരി വിരുദ്ധ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയെ വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ ആ സിനിമയിലൂടെ ലഹരി കൂടുതൽ വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത എന്തോ ഒരു സംഗതി എവിടെ നിന്നോ കിട്ടിയത്
സർക്കാരിനെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് പൈശാചികമായ ഒരു കുതന്ത്രമാണ് ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് നിർത്തിച്ചോട്ടിക്കുക എന്നത്. നിങ്ങളുടെ ധാരാളം ഹദീസുകൾ വരുന്നുണ്ട്. ഒരു കാര്യം നടപ്പാക്കുന്നതിന് മുമ്പ് ശാസ്ത്രീയമായ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ, ഫിസിക്കലായിട്ട് അതിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ടേ. രാവിലെ വന്ന പാടെയാണ് ഈ സുംബോ ഡാൻസ് ചവിട്ടേണ്ടുന്നത്. 15 മിനിറ്റ് സുംബോ ഡാൻസ് ചവിട്ടി കഴിഞ്ഞാൽ വിയർത്ത് കുളിച്ച് ആണും പെണ്ണ് ക്ലാസ്സിൽ എങ്ങനെയാ ഉച്ചവരെ ഇരിക്കുന്നത്? ശരിയായി പാഠം ശ്രദ്ധിക്കാൻ കൂടി പറ്റില്ല. യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത ഏതെങ്കിലും കാര്യം എവിടെ നിന്നെങ്കിലും വരുന്നതിനെ പേരിക്കൊണ്ട് അത് സ്കൂളുകളിലും കലാലയങ്ങളിലും ചെലുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഖുർആൻ പറയുന്നു, ഇന്നാ ജഅൽന ശയാതീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. വിശ്വാസമില്ലാത്തവർ, അല്ലാഹുവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാത്തവർ, അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കാത്തവരിലാണ് പിശാച് അവന്റെ കുതന്ത്രങ്ങൾ ചെലുത്തുന്നത്. അല്ലാഹു പിശാചിനെ അവർക്ക് മിത്രങ്ങളായി നിശ്ചയിച്ചു കൊടുക്കും. ഇത് പിശാച് സാത്താനിക് പ്രവർത്തനങ്ങൾ എന്ന പേരിൽ യൂറോപ്പിൽ നിന്ന് പ്രചരിച്ച് പൗരസ്ത്യ രാജ്യങ്ങളിലേക്ക് വേർന്ന ധാരാളം കാര്യങ്ങൾ ഇവരിലൂടെ പ്രചരിക്കുന്നു. യഥാർത്ഥത്തിൽ പിശാച് മനുഷ്യരിൽ ആദ്യമായി സ്വാധീനം ചെലുത്തുന്ന നഗ്നതയിലൂടെയാണ്. അള്ളാഹു നിർമ്മിച്ച ഈ ശരീരത്തിന് തന്നെ വ്യത്യസ്തമായ ശരീരഘടനയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആണിന് വ്യത്യസ്തമായ ശരീരഘടന, പെണ്ണിന് വ്യത്യസ്തമായ ശരീരഘടന. ഫെമിനിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് രണ്ടും ഒന്നാകണമെന്നാണ്. എങ്ങനെ ഒന്നാകും? ശാരീരികമായി തന്നെ രണ്ട് ധ്രുവങ്ങളുള്ള ഘടനയും രീതിയും ശൈലിയുമാണ് എങ്കിൽ പിന്നെ എങ്ങനെയായി ഇത് രണ്ടും ഒന്നാകും? പിശാച് മനുഷ്യരിൽ ആദ്യമായി അവന്റെ നഗ്നതയെ ഒഴിവാക്കി സ്ത്രീയെയും പുരുഷനെയും ഇടകലർത്തിക്കൊണ്ട് അതിന് പ്രത്യേകമായ അലങ്കാരങ്ങളും സൗന്ദര്യങ്ങളും നൽകും. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നതിന് വലാ തബറജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, വിവരമില്ലാത്ത കാലത്ത് പഴഞ്ചൻ സംസ്കാരമായി പേര് നടന്നിരുന്ന നഗ്നത, സൗന്ദര്യ പ്രദർശനം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇന്ന് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം വളരെ കൂടുതൽ പ്രദർശിപ്പിക്കുന്ന ഒരു സ്ത്രീക്കായിരിക്കും മോഡൽ എന്ന് പറയും. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതീർണമായ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇത് മോഡലല്ല, ഇത് പഴഞ്ചനാണ്. വിവരമില്ലാത്ത കാലത്ത്, സംസ്കാരമില്ലാത്ത കാലത്ത്, വിദ്യാഭ്യാസമില്ലാത്ത കാലത്ത് അരങ്ങേറിയിരുന്ന ഒരു ദുരാചാരമാണ് നഗ്നത, സൗന്ദര്യ പ്രദർശനം. ഇന്ന് ആധുനികത, പുരോഗതി എന്ന പേരിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ പഴയ പുതിയ കുപ്പിയിൽ ഇട്ടതുപോലെയാണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന പല കാര്യങ്ങളാണ് ആധുനികത എന്ന പേരിൽ ഡിസൈൻ ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്നു. പിശാചിന്റെ ആദ്യത്തെ കുതന്ത്രമാണ് മനുഷ്യനെ, ആണിനെ ആണിന്റെ വസ്ത്രധാരണത്തിൽ നിന്ന്, സ്ത്രീയെ സ്ത്രീയുടെ വസ്ത്രധാരണത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുക എന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിക്കുകയുണ്ടായി, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല യൽബസു ലിബസത്തൽ മർഅതി വൽ മർഅത തൽബസു ലിബസത്തർ റജുലി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പുരുഷനെ ശപിക്കുകയുണ്ടായി, ആ പുരുഷൻ പെണ്ണ് ധരിക്കുന്ന വസ്ത്രം ധരിക്കുന്നു. ഒരു സ്ത്രീയെ ശപിക്കുകയുണ്ടായി, ആ പെൺകുട്ടി ആണ് ധരിക്കുന്ന വസ്ത്രം ധരിക്കുകയുണ്ടായി. ജെൻഡർ എന്ന പേരിൽ ഇതിനു മുമ്പ് സ്കൂളുകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കാനും അടിച്ചേൽപ്പിക്കാനും ശ്രമിച്ചിരുന്ന ഒരു കാര്യമാണ്. ആണിന്റെയും പെണ്ണിന്റെയും വസ്ത്രധാരണം ഒന്നാണ്. രണ്ടുപേരുടെയും ശരീരഘടന വ്യത്യസ്തമാണ് എങ്കിൽ രണ്ടുപേരുടെയും വസ്ത്രം വ്യത്യസ്തമായി. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ്, ആണിനെയും പെണ്ണിനെയും ഒന്നാക്കുക. ഖുർആൻ തന്നെ പറയുകയാണ്, ലഅനഹുല്ലാഹു വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂദാ വലഉദില്ലന്നഹും വലഉമന്നിയന്നഹum വലആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനൽ അൻആം വലആമുറന്നഹum ഫലയു
فليغيرن خلق الله ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا. لعنه الله. പിശാചിനെ അല്ലാഹു ശപിച്ചു കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുജൂദ് ചെയ്യാൻ തയ്യാറായില്ല. പിശാചിനെ അല്ലാഹു ശപിച്ചു. പിശാച് ഒരു പ്രതിജ്ഞ ചെയ്തു, ഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂദാ. തീർച്ചയായും നിന്റെ ദാസന്മാരിൽ നിന്ന് വളരെ കൃത്യമായ ഒരു ഓഹരിയെ നാം നിശ്ചയിക്കുന്നതാണ്. എന്നിട്ട് അവരെ ഞാൻ എന്താ ചെയ്യുന്നത്? തീർച്ചയായും അവരെ നാം വഴികെടുത്തും. സന്മാർഗത്തിന്റെ സൽപന്താവിൽ നിന്ന് അവരെ നാം വ്യതിചലിപ്പിക്കും. രണ്ടാമതേന്നു തീർച്ചയായും അവർക്ക് നാം വ്യാമോഹങ്ങൾ നൽകും. ഇത് ഈ മുഴുവൻ കൂത്തരങ്ങളുടെയും അടിസ്ഥാനം വ്യാമോഹമാണ്, ഭൗതിക. മനുഷ്യന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയിരിക്കുന്ന അമിതമായ ഭൗതികത. മനുഷ്യൻ അവന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന ഈ ദുനിയാവിൽ അടിച്ചു പൊടിച്ച് 4 പേർക്ക് ഒന്നിച്ച് ജീവിക്കണം. അതിന് നല്ല പൈസ വേണം, നല്ല വീട് വേണം, നല്ല കാറ് വേണം, അക്ഷരക്കൂട്ടങ്ങളുള്ള ഡിഗ്രി വേണം, നല്ല സാലറി വേണം. ഇതിന്റെ പിന്നിൽ എന്തെല്ലാം ഹറാമ് ചെയ്താലും കുഴപ്പമില്ല, ആരെ നശിപ്പിച്ചാലും കുഴപ്പമില്ല. ഇത് പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ ചെലുത്തുന്ന ഒരു കാര്യമാണ്. പിശാച് അവന്റെ ഹൃദയത്തിൽ വ്യാമോഹങ്ങൾ ഇട്ടുകൊടുത്തു. എന്നിട്ട് പിശാച് അവരോട് കൽപ്പിക്കുന്നു, നാൽക്കാലികളുടെ ചെവികളെ അവർ മുറിച്ചുകൊണ്ട് വിഗ്രഹങ്ങൾക്ക് വേണ്ടി നാൽക്കാലികളെ ഒഴിഞ്ഞു വീഴും. മൃഗങ്ങളെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ശിർക്കിന്റെ വളരെ കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഗതി പിശാചുണ്ടാകും. പിശാച് അവരോട് കൽപ്പിക്കുകയും ചെയ്യും, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ അവര് വ്യതിയാനങ്ങൾ വരുത്തും. ഇവിടെ ഖൽഖല്ലാ എന്നതിനെ കുറിച്ച് ദീനല്ല, അല്ലാഹുവിന്റെ ദീനിനെ ഹലാലിനെ ഹറാമാക്കും, ഹറാമിനെ ഹലാലാക്കും. ഹസനുൽ ബസ്രി പറയുകയാണ്, അല്ലാഹു പ്രകൃതിദത്തമായി നൽകിയിരിക്കുന്ന സൃഷ്ടിപ്പിന്റെ ഘടനയെ മാറ്റും. ആണ് പെണ്ണാകും, പെണ്ണ് ആണാകും. സൗന്ദര്യ പ്രദർശനത്തിന് വേണ്ടി ധാരാളം കെമിക്കലുകൾ ചേർന്ന വസ്തുക്കൾ ഉപയോഗിക്കും. ഒരിക്കൽ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി, പറയുകയുണ്ടായി, അല്ലാഹു ശപിച്ചിരിക്കുകയാണ് പച്ചകുത്തുന്ന സ്ത്രീകളെ, അതായത് ടാറ്റു ചെയ്യുന്ന സംവിധാനങ്ങളുള്ള ബ്യൂട്ടി പാർലറുകളെ, അത് നടത്തുന്നവരെ ശപിച്ചിരിക്കുകയാണ്. ഇത് വളരെ കൂടുതൽ വ്യാപിച്ചിരിക്കുക. പച്ചകുത്തുക, ടാറ്റു ചെയ്യുക എന്ന് പറയും. അവയവത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പച്ചയായി കൊത്തി അതിനൊരു ഡിസൈൻ അലങ്കാരത്തിലാണ് ചെയ്യുന്നത്, കൊണ്ട് ചെയ്യുന്നത്. അങ്ങനെ പച്ച കൊത്താൻ വേണ്ടി, ടാറ്റു ചെയ്യാൻ വേണ്ടി ബ്യൂട്ടി പാർലറുകളെയും അത് ചെയ്യുന്നവരെയും സമീപിക്കുന്നവരെയും അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പിരികം വെട്ടിയൊരുക്കി മുഖത്തിന് അലങ്കാരവും സൗന്ദര്യം നൽകുന്നവരെയും, അങ്ങനെ നൽകാൻ വേണ്ടി ആവശ്യപ്പെടുന്നവരെയും, അങ്ങനെയുള്ള ബ്യൂട്ടി പാർലറുകൾ അവിടെ ചെല്ലുന്നവരെയും അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. സൗന്ദര്യത്തിനു വേണ്ടി പല്ലിനെ രാഗി ഇടയിൽ അകലമുണ്ടാക്കുന്ന പെണ്ണിനെയും അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. സൗന്ദര്യത്തിനു വേണ്ടി അല്ലാഹു നൽകിയ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്നവളാവും. ഇത് കേട്ടപ്പോ ബനു ഗോത്രത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ, ഉമ്മ യാഖൂബ് എന്ന സ്ത്രീയുടെ പേര് ബുഖാരിയുടെ റിവായത്താണ്. അവര് ചോദിച്ചു, ഖുർആനിൽ ഇല്ലാത്തൊരു കാര്യമാണല്ലോ നിങ്ങൾ പറയുന്നത്? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആനിലുണ്ട് നബി
ആ ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട പെണ്ണ് പറഞ്ഞു, ഖുർആൻ ഞാൻ ഓതിയിട്ടുണ്ട്, അത് നിങ്ങൾ ഈ പറയുന്ന കാര്യമില്ല. അല്ലാഹു ഇബ്നു മസ്ഊദ് പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങളെ വിലക്കിയതിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇക്കാര്യങ്ങൾ ചെയ്യുന്നവരെ ശപിച്ചതായി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ് ശപിച്ചിരിക്കുന്നത്. ലഅനല്ലാഹുൽ വാസിമാതി വൽ മുസ്തൗസിമാതി വൽ നാസിമാതി വൽ മുതനസ്സിമാതി വൽ മുതഫല്ലിജാതി ലിൽ ഹുസ്നി മുഗയ്യറാതി ഖൽഖല്ലാഹ്. ഈ പറഞ്ഞവരെയൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ ശപിച്ചു, അള്ളാഹു ശപിച്ചു എന്ന് അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അള്ളാഹു ശപിച്ചു ശപിച്ചു എന്ന് പറഞ്ഞത്. അള്ളാഹു നൽകിയ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്നവർ. ഇതും പിശാച് മനുഷ്യന്റെ ഉള്ളിൽ ചെലുത്തുന്ന ഒരു കുതന്ത്രമാണ്. ഇതൊരു ട്രെൻഡാണ്. ആണുങ്ങൾ മുടി പെണ്ണുങ്ങളെ പോലെ വളർത്തിയിട്ട് മുടി കെട്ടുക. പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളെ പോലെ മുടി എന്ത് ചെയ്യുക, വെട്ടി ഒതുക്കുക, മൊട്ടയായിട്ട് നടക്കുക. സ്ത്രീകളാണെങ്കിൽ ആണുങ്ങൾ ധരിക്കുന്ന ജീൻസും ടീഷർട്ടും ധരിക്കുക. ആണുങ്ങളാണെങ്കിൽ എന്ത് വസ്തുവ ധരിക്കുന്നതെന്ന് തന്നെ അറിയിക്കും. മുട്ട കീറിയ പാൻറ്, ഇതുകൊണ്ട് സ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രത്യേകമായ സാങ്കല്പിക ലോകത്ത് വിരാജിക്കുക. ഇതെന്തോ അലങ്കാരമൊന്നും തോന്നി. ഈ പൊടി വളർത്തുന്നവരെ കാണുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കും, പൊടി വെട്ടി ഒപ്പിച്ച സൗന്ദര്യമായിട്ടുള്ളത് ആരോ ചെയ്യുന്നത് കണ്ട് എന്നിട്ട് എന്ത് ചെയ്യാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നിക്കുകയാണ് ഇതെന്തോ ഫേസലാണ് എന്ന്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുന്ന രൂപമാണ്. ആടിനെ പട്ടിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിന്റെയും പട്ടിയുടെയും ശരീരഘടന ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലതൊക്കെ ഒന്നാവും. ഇത് ആടിനെ പട്ടിയാക്കുന്ന ഒരു ലോകമാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു. നമ്മൾ ഏറ്റു വെച്ചിരിക്കുന്നത് ഇതാണ് വിജ്ഞാനത്തിന്റെ ഏറ്റവും അവസാന വാർത്ത. പലതും പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിലും ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ മനുഷ്യനെ വികലമായ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന, ഒരു സാങ്കല്പിക ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാത്താനിക് പ്രവർത്തനമാണിത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആണ് പെണ്ണാകുകയാണ്, പെണ്ണാണാകുകയാണ്. ആവേശത്തിൽ പോയി ചെയ്യുന്നതാ. പക്ഷെ എന്താ സംഭവിക്കുന്നത്, പിന്നീട് ശരീരത്തിൽ പല നിലയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി ആയുസ് എത്തുന്നതിന് മുമ്പ് തന്നെ ജീവൻ അവതാളത്തിലാകുന്ന അവസ്ഥയെ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിശാച് മനുഷ്യരിൽ ചെലുത്തുന്ന കുറെ തന്ത്രങ്ങളാണ് നഗ്നത എന്നതും സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ ഇടകലരുക എന്നത്. പിശാച് മനുഷ്യനിൽ ചെലുത്തി അവനെ വഴികെടുത്താൻ വേണ്ടി ശ്രമിക്കും. അവന്റെ ഹൃദയത്തിൽ വ്യാമോഹങ്ങൾ ഇട്ടുകൊടുക്കും. ഭൗതിക ലോകമാണ് എല്ലാം. മരണത്തിന് ശേഷമുള്ള ജീവിതം ഒരു സങ്കല്പം പോലെയാകും. അതുപോലെ തന്നെ ശിർക്കിന്റെ ധാരാളം സംവിധാനങ്ങൾ പണ്ടത്തെ പോലെ ഇന്ന് അതിന് അലങ്കാരവും സൗന്ദര്യവും. അതുപോലെ തന്നെ അള്ളാഹു പ്രകൃതിദത്തമായി നൽകിയ സൃഷ്ടിപ്പിൽ നിന്ന് മനുഷ്യരെ വ്യതിചലിപ്പിച്ച് വേറൊരു പേക്കോലത്തിലാക്കി തീർത്ത് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പിശാചിന്റെ കുതന്ത്രങ്ങളെ മനസ്സിലാക്കാനും അതിൽ നിന്ന് രക്ഷ നേടാനും അള്ളാഹു തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുഹറം 9 നോമ്പാനും മറന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുകഫിറു സനതൽ മാദിയ, കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദികളോട് എതിരാകാൻ വേണ്ടി പറയുകയുണ്ടായി, ഖാലിഫുൽ യഹൂദ, നിങ്ങൾ യഹൂദികളോട് എതിരാകണം. യഹൂദികൾ മുഹറം 10 നോമ്പ് അനുഷ്ഠിച്ചിരുന്നത്. അതിനോട് എതിരാകാൻ വേണ്ടി സൂമു ഖബലഹു ഔ ബഅദഹു, മുഹറം 10 മുമ്പുള്ള ഒരു ദിവസം താസുഅയുടെ നോമ്പ്, അല്ലെങ്കിൽ മുഹറം 10 ശേഷം 11ാമത്തെ ദിവസമോ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് 2 നോമ്പെടുക്കണം എന്ന് ലിഖിതങ്ങൾ നിർദ്ദേശിക്കുന്നു. ഈ വർഷത്തെ ആശൂറ നോമ്പുകൾ നാളെയും മറ്റന്നാളുമാണ്. അതുകൊണ്ട് നാളെയും മറ്റന്നാളും പരമാവധി എല്ലാവരും നോമ്പെടുത്ത് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.